ഒരിക്കലെങ്കിലും തീഹാർ ജയിലിൽ വന്നിട്ടുള്ള ആരും ആ ഭയപ്പെടുത്തുന്ന നിശബ്ദതയെക്കുറിച്ച് പറയും. മാനം മുട്ടുന്ന മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രേത നഗരത്തിൽ എത്തിപ്പെട്ടതുപോലെ തോന്നും നിങ്ങൾക്ക്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ ജയിലിലേക്ക് കൊണ്ടുവന്ന പോലീസ് വണ്ടി അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ പുറം ലോകത്തു നിന്നുള്ള ശബ്ദം പിൻവാങ്ങി തുടങ്ങിയിരുന്നു. നിശബ്ദത പതിയെ അതിനെ വിഴുങ്ങി തുടങ്ങിയിരുന്നു. ഒരു ജാലകത്തിന് മുന്നിലെ വഴിയിൽ അതേ ദിവസം ജയിലിലേക്കെത്തുന്ന മറ്റു ചിലരുടെ പിന്നിൽ ഞാനും നിന്നു. ആ ജാലകത്തിനപ്പുറത്ത് ഒരു ക്ലർക്കിരുന്ന് വിവരങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. പേര്, പിതാവിൻ്റെ പേര്, എന്താണ് കേസ്, ഇതൊക്കെയാണ് അവിടെ പറയേണ്ടിയിരുന്നത്. എൻ്റെയും പിതാവിൻ്റെയും പേര് പറഞ്ഞതിനു ശേഷം അയാളുടെ അവസാനത്തെ ചോദ്യത്തിന് UAPA എന്നായിരുന്നു ഞാൻ നൽകിയ മറുപടി. വിചാരണയും കുറ്റവിധിയും ഇല്ലാതെ 3 വർഷമായി തീഹാർ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് എന്ന JNUവിലെ മുൻ വിദ്യാർത്ഥി നേതാവിന്റെ വാക്കുകളാണിത്. രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയെക്കുറിച്ചും സംഘപരിവാറിന്റെ വെറുപ്പിനെക്കുറിച്ചും അവർ നയിക്കുന്ന ഭരണകൂടത്തിനുമെതിരെ നിരന്തരം ശബ്ദമുയർത്തിയ വിദ്യാർത്ഥി സമൂഹമായിരുന്നു JNUവിലേത്. മോദി ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ ഉയർന്നുകേട്ട ആദ്യ ശബ്ദം JNUവിൽ നിന്നായിരുന്നു. അങ്ങനെയാണ് കേന്ദ്ര ഭരണകൂടത്തിന്റെ ടാർഗറ്റുകളിലൊന്നായി JNU മാറുന്നത്. JNUവിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിഷേധങ്ങളായിരുന്നു പിന്നീട് ഡൽഹിയിലേക്കും അവിടെ നിന്നങ്ങോട്ട് ക്യാമ്പസുകളിലേക്കും ഇന്ത്യൻ തെരുവിലേക്കും വ്യാപിച്ചത്. ശക്തമായൊരു പ്രതിപക്ഷ ശബ്ദമായി വികസിച്ചു വന്നത്. JNUവിലെ ആ പ്രതിഷേധങ്ങളുടെ നേതൃനിരയിലെ പ്രധാനിയിൽ ഒരാൾ ഉമർ ഖാലിദ് ആയിരുന്നു. ABVP സംഘത്തിന്റെ ആക്രമണത്തിനു പിന്നാലെ കാണാതായ നജീബിന്റെ തിരോധാനം, രോഹിത് വെമുലയുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ, ഭീമ കൊറേഗാവ് പ്രതിഷേധങ്ങൾ, ദലിത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന സമാനതകളില്ലാത്ത ക്രൂരതകൾ തുടങ്ങി അനീതിക്കെതിരെ ഉയരുന്ന എല്ലാ വേദികളിലും സ്ഥിര സാന്നിധ്യമായി ഉമർ ഖാലിദ്. മനുഷ്യപക്ഷത്ത് നിന്ന് നീതിക്ക് വേണ്ടി നിരന്തരം പോരാടിയ യുവാവ്. അയാൾ ഇപ്പോൾ ജയിലിലാണ്. കലാപം നടത്താൻ ഗൂഢാലോചന നടത്തിയെന്ന അപഹാസ്യമായ ആരോപണത്തിന്റെ പേരിലാണ് വിചാരണ പോലും നടത്താതെ കേന്ദ്ര ഭരണകൂടം അയാളെ തടവറയിലാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഉമർ ഖാലിദ് എന്ന വിദ്യാർത്ഥി നേതാവിനെ മോദി ഭരണകൂടം ഭയക്കുന്നത്? എന്തിനാണ് അയാൾക്കുമേൽ പാകിസ്ഥാനി എന്ന ചാപ്പ കുത്തുന്നത്? ഉത്തരം ഒന്നേയുള്ളൂ: ഭയം. ചോദ്യം ചോദിക്കുന്നവരോടുള്ള ഭയം. अब तेरी हिम्मत का दर्जा गैरों की महफिल में है। हमारे बच्चे बहुत जल्दी बड़े हो गए, जो जुल्म आपने ढाया है आप कुछ भी कर लीजिए, हम हंसते हंसते अहिंसा के साथ इस लड़ाई को लड़ेंगे। सवाल ये है कि उमर खालिद के पहचान के चलते उमर खालिद को 2016 में ही पाकिस्तान से जोड़ा गया था। नजीब अहमद की पहचान के चलते नजीब अहमद को ISI से जोड़ा गया था। ऐसे क्यों है? हम 3 लोग गिरफ्तार हुए थे, सिर्फ पाकिस्तान से मुझको जोड़ा गया। मतलब आप ये नहीं बोल सकते कि हम देश के अल्पसंख्यकों के साथ जब खड़े होंगे जब वो धर्म को छोड़ेंगे, तो धर्म को छोड़ें, धर्म को ना छोड़ें, ये संविधान उनका इंडिविजुअल राइट है। बात यह है कि अगर उनको धर्म के आधार पे उनके खिलाफ डिस्क्रिमिनेशन होगा तो आज हमारी जरूरत है कि हम उनके साथ खड़े। 2020 ഫെബ്രുവരി 17 മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് ഉമർ ഖാലിദ് ഒരു പ്രഭാഷണം നടത്തി. അതിനു പിന്നാലെ അദ്ദേഹത്തിനെതിരെ മാധ്യമ ഒത്താശയോടെ ഭരണകൂട ഗൂഢാലോചന നടന്നു. ആ നീക്കത്തിനു പിന്നിൽ ചില കാരണങ്ങളുണ്ടായിരുന്നു. 2019 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹി നഗരത്തിൽ അലയടിച്ച പ്രതിഷേധ കടലിൽ ഉമർ ഖാലിദും പങ്കാളിയായിരുന്നു. ഡൽഹി തെരുവുകളിൽ മാത്രമായിരുന്നില്ല, രാജ്യവ്യാപകമായി ക്യാമ്പസുകൾ തോറും തെരുവുകൾ തോറും ആ സമരാഗ്നി പടർന്നു പിടിച്ചു. അതിന്റെ തുടർച്ചയായിരുന്നു അമരാവതിയിലെ പ്രഭാഷണം. 17 മിനിറ്റ് നീണ്ട പ്രഭാഷണത്തെ കേവലം 40 സെക്കൻഡാക്കി വെട്ടിച്ചുരുക്കി സംഘപരിവാർ അനുകൂലികളും വലതുപക്ഷ മാധ്യമങ്ങളും പ്രചരിപ്പിച്ചു. ഉമർ കലാപാഹ്വാനം നടത്തിയെന്നായിരുന്നു തീവ്ര ഹിന്ദുത്വവാദികൾ നുണപ്രചരണം നടത്തിയത്. അവിടം കൊണ്ടൊന്നും ഹിന്ദുത്വവാദികൾ അടങ്ങിയില്ല.
നിരവധി ചാപ്പകളുമായി ഉമറിനെ ദേശദ്രോഹിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ നുണ ഫാക്ടറികൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. 2020 ഡൽഹിയിൽ അരങ്ങേറിയ കലാപത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് 2020 ഏപ്രിൽ 22 അദ്ദേഹത്തിനെതിരെ UAPA ചുമത്തി കേസെടുത്തു. തുടർന്ന് നിരവധി ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ 2020 സെപ്റ്റംബറിൽ ഉമർ ഖാലിദിന്റെ അറസ്റ്റ് ഡൽഹി പോലീസ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. റിപ്പബ്ലിക് TV അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഉമറിനെതിരെ നിരന്തരം പണിയെടുത്തു. കലാപ ഗൂഢാലോചന കേസിൽ ഡൽഹി സ്പെഷ്യൽ പോലീസ് സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ ഉമറിനെതിരെ രാജ്യദ്രോഹം, കൊലപാതകമടക്കം 18 വകുപ്പുകളാണ് ചുമത്തിയത്. പാൻ ഇസ്ലാമിസ്റ്റുകളെയും ഇടതരോചകവാദികളെയും കൂട്ടുപിടിച്ച് കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് ഉന്നയിച്ച വാദം. തടവിലകപ്പെട്ട് 4 വർഷത്തോളമായി തീഹാർ ജയിലിന്റെ ഇരുണ്ട മുറിക്കുള്ളിൽ പൗരസ്വാതന്ത്ര്യം ലംഘിക്കപ്പെട്ട് നിരവധി രാഷ്ട്രീയ തടവുകാരിൽ ഒരാളായി ഉമർ ഇന്നും കിടക്കുകയാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോ മാധ്യമങ്ങളോ എന്തിന് മനുഷ്യാവകാശ പ്രവർത്തകർ പോലും ഉമർ ഖാലിദിനെ മറന്നിരിക്കുന്നു. ആരും ഓർക്കാത്ത, അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നുകളഞ്ഞൊരു പേരായി ഉമർ ഖാലിദ് മാറിയിരിക്കുന്നു. 2023 ജനുവരിയിൽ സഹോദരിയുടെ വിവാഹത്തോടനുബന്ധിച്ച് 7 ദിവസത്തെ പരോൾ കഴിഞ്ഞു പോകുന്ന ഉമർ ഖാലിദിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് അയാളുടെ പങ്കാളി ബനോ ജോത്സ്ന ഇങ്ങനെ കുറിച്ചു: ഒരാഴ്ച എന്നത് നിങ്ങൾക്ക് എത്ര ദിവസമാണ്? ഞങ്ങൾക്കതൊരു ജീവിതകാലം തന്നെയായിരുന്നു. ഉന്നത സർവകലാശാലകൾ ഇവിടുത്തെ ദലിതർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും മുസ്ലിം എന്ന തൻ്റെ സ്വത്വം സംഘപരിവാറിന് വേട്ടയാടാനുള്ള ഉപാധിയാകുന്നതിനെക്കുറിച്ചും കിട്ടിയ വേദികളിലൊക്കെ ഉമർ പ്രസംഗിച്ചു. ഒരു ശരാശരി വിദ്യാർത്ഥി എന്ന നിലയിൽ സ്വയം മനസ്സിലാക്കുന്നതിനപ്പുറം ഒരു മുസ്ലിം വിദ്യാർത്ഥിയാണെന്ന് തന്നെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് അയാൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരുന്നു. ക്യാമ്പസിൽ തുടരാനും തൻ്റെ PhD തീസിസ് സമർപ്പിക്കാനും നിയമ പോരാട്ടം നടത്തേണ്ടി വന്ന ഉമർ ജാർഖണ്ഡിലെ ആദിവാസികൾക്കെതിരായി നടപ്പിലാക്കുന്ന കിരാത നിയമങ്ങളെക്കുറിച്ചാണ് തൻ്റെ PhD ചെയ്തത്. തീസിസ് കാലയളവ് പൂർത്തിയാക്കിയതിനു ശേഷവും അയാൾ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചു. സംഘപരിവാർ ഉമറിനെ ആദ്യം ഉന്നം വെക്കുന്നത് 2016 മുതലാണ്. 2016 ഫെബ്രുവരി 9 അഫ്സൽ ഗുരുവിനെയും മക്ബൂൽ ഭട്ടിനെയും തൂക്കിലേറ്റിയ ദിവസം JNU ക്യാമ്പസിൽ മൈക്കുമായി ഉമർ വധശിക്ഷയുടെ ധാർമ്മികതയെക്കുറിച്ചും ജുഡീഷ്യൽ കൊലപാതകങ്ങളെക്കുറിച്ചും പ്രസംഗിച്ചു. ഹിന്ദുത്വ വിദ്യാർത്ഥി സംഘടനകൾ പരസ്യമായി ഉമറിനെതിരെ രംഗത്തു വന്നു. ചില വലതുപക്ഷ മാധ്യമങ്ങൾ ആ പ്രതിഷേധങ്ങളെ രാജ്യദ്രോഹ കുറ്റമായി വ്യാഖ്യാനിച്ചു. പരിപാടി കഴിഞ്ഞ് കൃത്യം 4 ദിവസങ്ങൾക്കപ്പുറം സംഘാടകർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന, രാജ്യദ്രോഹം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. തുടർന്ന് JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവായ കനയ്യകുമാറിന് പിന്നാലെ ഉമർ ഖാലിദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് വിദ്യാർത്ഥികൾക്കെതിരെ നുണക്കഥകൾ മെനഞ്ഞ മാധ്യമങ്ങളെ അടക്കം വിമർശിച്ച് കോടതി ഉമറിന് ഇടക്കാല ജാമ്യം നൽകി. 2018 ഓഗസ്റ്റിൽ യുണൈറ്റഡ് അഗെയിൻസ്റ്റ് ഹെയ്റ്റ് എന്ന സംഘടന ഫ്രീഡം വിതൗട്ട് ഫിയർ എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ പ്രസംഗിക്കാനെത്തിയ ഉമർ ഖാലിദിനു നേരെ ഒരാൾ തോക്ക് ചൂണ്ടി 2 തവണ കാഞ്ചി വലിച്ചു. അക്രമി ആരാണെന്നോ എന്തിനാണ് തോക്ക് ചൂണ്ടിയതെന്നോ അന്വേഷിക്കാൻ കൂട്ടാക്കാത്ത ഭരണകൂടം ഉമറിനെ മണിക്കൂറുകളോളം മൊഴിയെടുക്കൽ എന്ന പേരിൽ ചോദ്യം ചെയ്തു. തനിക്ക് നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ ഗൗരി ലങ്കേഷിനെയാണ് ഓർമ്മ വന്നതെന്ന് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഉമർ പിന്നീട് പറഞ്ഞു. 2018 ജനുവരിയിൽ ഭീമ കൊറേഗാവ് യുദ്ധത്തിന്റെ 200ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന എൽഗാർ പരിഷത്ത് റാലിയിൽ പങ്കെടുത്ത് ദലിത് ന്യൂനപക്ഷ ഐക്യത്തിനായി ആഹ്വാനം നടത്തുകയും ഹിന്ദുത്വ ആക്രമണം തുടച്ചു നീക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഈ പ്രസംഗത്തിനു ശേഷവും ഉമറിനെതിരെ പോലീസ് കേസെടുത്തു. തോക്കും വിലങ്ങും FIRഉം ഉമറിന് പിന്നാലെ ഇടവേളകളില്ലാതെ സഞ്ചരിച്ചു. 2014 അധികാരത്തിലേറിയ മോദി ഭരണത്തിന് ഇന്നിപ്പോൾ 10 വർഷം തികയാൻ പോകുന്നു. ഉമർ ഖാലിദ് അക്കാലത്ത് പറഞ്ഞിരുന്നതെല്ലാം യാഥാർത്ഥ്യമായ ഒരു സമ്പൂർണ്ണ ഫാഷിസ്റ്റ് കാലത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി മുഖാമുഖം കാണുന്ന ഇന്ത്യൻ ജനത ആദ്യം ഓർക്കേണ്ട പേരിലൊരാൾ അത് ഉമർ ഖാലിദാണ്. തനിക്കൊപ്പമുണ്ടായിരുന്ന സെലിബ്രിറ്റി വിപ്ലവകാരികളെല്ലാം രാഷ്ട്രീയ അഭയം തേടി പോയപ്പോഴും അഴിക്കുള്ളിൽ ഒറ്റയാൾ പോരാട്ടം നയിച്ച ഉമർ ഖാലിദ് എന്ന ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളിയെ തീർച്ചയായും രാജ്യം ഓർക്കണം. അതിന്റെ കാരണം ഉമർ ഖാലിദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ മുഖ്യധാരാ പ്രതിപക്ഷം പാർലമെന്ററി രാഷ്ട്രീയത്തിന് പുറത്തേക്ക് കണ്ണു തുറക്കാതിരിക്കുമ്പോഴും സംഘപരിവാറിന്റെ അക്രമോത്സകമായ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ ജനകീയ അടിത്തട്ടിൽ നിന്നുകൊണ്ട് പ്രതിരോധമാകുന്ന എല്ലാ രാഷ്ട്രീയ ധാരകളെയും എല്ലാ രാഷ്ട്രീയ ജീവിതങ്ങളെയും ഉന്മൂലനം ചെയ്യുക എന്നത് തന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ലക്ഷ്യം.
അതിനവർ പദ്ധതികൾ മെനയും, ഗൂഢാലോചനകൾ നടത്തും, വ്യാജ കേസുകളും തടവറകളും സൃഷ്ടിക്കും, കായികമായ അക്രമങ്ങളും കലാപങ്ങളും കൂട്ടക്കൊലകളും നടത്തും. അവരുടെ ലക്ഷ്യം ന്യൂനപക്ഷങ്ങളാണ്. അവരുടെ ലക്ഷ്യം ദളിത്, ന്യൂനപക്ഷ, സ്ത്രീ ഉണർവുകളും കമ്മ്യൂണിസ്റ്റ്, അംബേദ്കറേറ്റ് മുന്നേറ്റങ്ങളുമാണ്. ഒടുവിൽ അവർ നമ്മെ തേടി വരും. ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് കാവൽ നിൽക്കുന്ന രാഷ്ട്രീയ ജീവിതങ്ങൾ സംഘപരിവാറിന്റെ തടങ്കൽ പാളയങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ജനാധിപത്യ ഇന്ത്യക്ക് വലിയ ബാധ്യതയുണ്ട്.